നമസ്കാരം. ഗുഡ് ഈവനിങ് അമേരിക്ക. രണ്ടാഴ്ച മുമ്പ് ഒപ്പുവച്ച ഒരു ഇടക്കാല സമാധാന കരാറിന്റെ വാലിഡിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും പശ്ചിമേഷ്യയിൽ ആക്രമണങ്ങൾ നടക്കുകയാണ്. സമാധാന കരാറിലെ ധാരണകൾ കാറ്റിൽ പറത്തി അടിച്ചും തിരിച്ചടിച്ചും ഇറാനും അമേരിക്കയും. പ്രകോപനമായത് ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണമെന്നാണ് യുഎസിന്റെ ഭാഷ്യം. സമാധാന കരാർ ലംഘിച്ചത് യുഎസ് ആണെന്ന് ഇറാനും ഇറാനാണെന്ന് യുഎസും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. ജീവിതം പഴയ നിലയിലേക്ക് പോകുന്നുവെന്നൊക്കെ ധരിച്ച പാവങ്ങൾക്ക് വീണ്ടും ഉൾക്കിടിലം സമ്മാനിച്ചാണ് പുതിയ ആക്രമണങ്ങൾ. സംഘർഷം തീർന്നെന്ന ആശ്വാസത്തിൽ താഴ്ന്ന ക്രൂഡ് വിലയും ഇന്ധനവില കുറയുമെന്ന പ്രതീക്ഷയും വിലക്കയറ്റത്തിലുടക്കിയ കുടുംബ ബജറ്റിന്റെ താളം തിരിച്ചുപിടിക്കാമെന്ന സാധാരണക്കാരന്റെ സ്വപ്നവുമെല്ലാം പൊട്ടിപ്പാളീസായി തരിപ്പണമാവുകയാണ്. ആരെ നിയന്ത്രിക്കും? കരാർ ഒപ്പിട്ടവർക്ക് അത് പാലിക്കാൻ ബാധ്യതയില്ലെങ്കിൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? അതിനിടെ തുർക്കി പ്രസിഡന്റ് രജബ് തോയിബ് എർദോഗൻ കിടിലമെന്ന ട്രംപിന്റെ പ്രസ്താവനയും കൂടി വരുമ്പോൾ ട്രംപിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായെന്ന് പറയുന്നവരുമുണ്ട്. അടിക്കടി തിരിച്ചടി എന്ന മട്ടിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആരെന്ത് നേടി? മേഖല വലിയൊരു സംഘർഷത്തിന്റെ പക്കിൽ നിന്ന് കരകയറിയോ? ഇറാന് കരുത്തേറിയോ കുറഞ്ഞോ? അമേരിക്കയ്ക്ക് തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ നേടാനായോ? പുതിയ പശ്ചാത്തലം ഇന്ത്യക്കും പ്രവാസികളേറെയുള്ള കേരളത്തിനും രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയ്ക്കും എന്ത് സന്ദേശമാണ് നൽകുന്നത്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. സമാധാനമായില്ലേ? ഇന്നത്തെ എന്റെ അതിഥികൾ: രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും രാജ്യാന്തരകാര്യ വിദഗ്ധനുമായ വർഗീസ് കോരസൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ജിനേഷ് തമ്പി എന്നിവരാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ രാഹുൽ ഈശ്വറിലേക്കാണ്. ശ്രീ രാഹുൽ ഈശ്വർ, എല്ലാം ശരിയായെന്ന് യോജിപ്പിക്കുന്ന ഒരു സമാധാന കരാർ, പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ശങ്കരൻ ഈസ് അഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ തകിടം മറിയുന്നു. എല്ലാം ശരിയായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ശരിയായോ? കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. മൊമെന്റം കൂടുതൽ പീസിലേക്കാണെന്നുള്ളതാണ് ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. പഴയ രീതിയിൽ ഡേഞ്ചറസ് എസ്കലേഷൻ വരുമോന്ന് അറിയില്ല. കഴിഞ്ഞ 48 അവേഴ്സിൽ വീണ്ടും ആശങ്കയോടെയാണ് ലോകം നോക്കുന്നത്. എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് സാധാരണക്കാരൻ ചിന്തിക്കുന്ന അവസ്ഥയാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇറാന് ഒരു ന്യൂക്ലിയർ വെപ്പൺ പാടില്ല എന്നുള്ള കാര്യം ബ്രോഡ്ലി എഗ്രീഡ് ആണ്. എനിക്ക് തോന്നുന്നില്ല ആർക്കും അതിൽ ഡിസഗ്രിമെന്റ് ഉണ്ട് എന്ന്. പക്ഷേ ട്രംപ് പോലും പിന്നീട് അംഗീകരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കുറച്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രംപിന്റെ പോലും നിലപാട് അതിലേക്ക് എത്തി. കാര്യം ബാക്കിയുള്ള മേഖലയിൽ ബാക്കിയുള്ളവർക്കുണ്ടല്ലോ. ഏതെങ്കിലും രീതിയിൽ ഒരു സമാധാനത്തിലേക്ക് ഇത് എത്തണം. ഇല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യ, വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ സമാധാനം ഇല്ലെങ്കിൽ ലോകത്തിന് സമാധാനം ഉണ്ടാകില്ല. ഇതിൽ നെതന്യാഹുവിന്റെ നിലപാട് വളരെ സ്ട്രോങ് ആണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അമേരിക്കയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേലിനും ഒരു ലെവറേജ് ഉണ്ട്. ഇപ്പൊ നെഗറ്റീവായിട്ട് അങ്ങനെ വിളിച്ചൂടാ, ജൂയിഷ് ലോബി എന്നൊക്കെ നെഗറ്റീവ്ലി പറയാറുണ്ട്. അങ്ങനെ പറയുന്ന അർത്ഥമില്ല. എന്നിരുന്നാൽ പോലും അമേരിക്കയുടെ ഉള്ളിലെ ഇന്റേണൽ അഫയേഴ്സിന് ഇസ്രായേലിനും ഇസ്രായേലിനുള്ളിലെ ഇന്റേണൽ അഫയേഴ്സിന് അമേരിക്കയ്ക്കും വലിയൊരു സ്വാധീനം എന്ന കാര്യത്തിൽ സംശയമില്ല. ഐപാക് പോലത്തുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? നെതന്യാഹുവിന് ഇലക്ഷൻ വരുന്ന വർഷമാണ്. നെതന്യാഹുവിന് ഏതെങ്കിലും രീതിയിൽ യുദ്ധം കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പബ്ലിക്കലി പറയുന്നില്ലെങ്കിലും പ്രൈവറ്റ്ലി നെതന്യാഹു എങ്ങനെങ്കിലും ലെവറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. കഴിഞ്ഞ 30 വർഷമായി അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് നെതന്യാഹു പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് അതിലെ റീസൺസ് ഉണ്ട്. ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ ഇപ്പൊ അമേരിക്കയിലെ മിഡ് ടേംസ് വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ സമാധാനം ആവശ്യമാണ്. ഇത്രയധികം സമ്പത്ത് ഇതിനു വേണ്ടി ചെലവായി. അമേരിക്കയിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ, അവിടുത്തെ ഹൗസിങ്ങിന് അല്ലെങ്കിൽ അവിടുത്തെ കോളേജിന്, അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കേണ്ട രൂപ കൂടി പഴയ ഐസനോവറിന്റെ ഭാഷയിൽ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഐസനോവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനോ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോൺഗ്രഷണൽ കോംപ്ലക്സ് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചെലവാക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത് രണ്ട് ഭാഗങ്ങളും പരസ്പരം വിട്ടുവീഴ്ചയുടെ പാതയിലേക്ക് വന്നില്ലെങ്കിൽ ആത്യന്തികമായി യുദ്ധക്കൊതിയന്മാരായിരിക്കും ജയിക്കുക. ആത്യന്തികമായി ട്രിഗർ ഹാപ്പി ആയ, വാർ ഹാപ്പി ആയ, ഇപ്പൊ ഹോൾ ഓഫ് ലെബനൻ ഷുഡ് ബേൺ എന്നൊക്കെ പറയുന്ന ഇസ്രായേലിലെ എക്സ്ട്രീം റൈറ്റ് വിങ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് മാത്രമേ ഇതിൽ വിജയം ഉണ്ടാകൂ. ബാക്കി സാധാരണക്കാർക്ക് ലോകത്തിൽ സമാധാനം വരണമെന്നാണ് ആഗ്രഹം. ഏതെങ്കിലും രീതിയിൽ സമാധാനത്തിലേക്ക് എത്താൻ ഒരു പാത നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും ഞാൻ ഗാന്ധിജിയെ കോട്ട് ചെയ്ത് പറയാറുണ്ട്, there is no path to peace, peace is the path. സമാധാനത്തിലേക്ക് ഒരു വഴിയില്ല, സമാധാനമാണ് മുമ്പോട്ടുള്ള വഴി. അപ്പോൾ
അടിസ്ഥാനപരമായി ഇറാന്റെ ന്യൂക്ലിയർ പ്രോജക്റ്റിന് ഒരുപാട് ഡാമേജ് ചെയ്യാൻ അമേരിക്ക കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ വർഷമൊക്കെ ട്രംപ് ക്ലെയിം ചെയ്തത്. അതിൽ ചെറിയൊരു ഭാഗമെങ്കിലും ശരിയുമായിരിക്കും. അപ്പൊ സമാധാനത്തിലേക്ക് വീണ്ടും എത്തണം. ഇതൊരു ഈഗോ ബാറ്റിലായി മാറരുത്. നമ്മളോട് അത്ര അടുപ്പമില്ലാത്ത രാജ്യമാണെങ്കിലും പാകിസ്ഥാനും ഖത്തറും ഒക്കെ അടക്കം ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ എഫേർട്ട് എടുത്തു. ഒരുപക്ഷെ ഇന്ത്യ ആയിരുന്നു എഫേർട്ട് കൂടുതൽ എടുക്കേണ്ട മീഡിയേഷന്. നമ്മുടെ ഒരു മിസ്ഡ് ഡിപ്ലോമാറ്റിക് ബസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഗ്ലോബൽ സ്റ്റേജിൽ ഒരു പീസ് മേക്കറായി സെൽഫ് പൊസിഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇനിയാണെങ്കിലും എങ്ങനെയെങ്കിലും സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തുറക്കണം. അതിന് കണ്ടീഷൻസ് വേണം. ആ 60 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ട്രീറ്റി പോസിറ്റീവ്ലി ഉണ്ടാകണം. യുദ്ധം ഈ ഉണ്ടായത്, പക്ഷെ എസ്കലേഷൻ പഴയ രീതിയിൽ വരില്ല എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവില്ല. ചില അമേരിക്കൻ ബേസിന് തിരിച്ചടി കിട്ടി തുടങ്ങിയ വാർത്തകളാണ്. ഞാൻ CNN ഫോക്സും സ്ഥിരം ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ സമാധാനം ഏതെങ്കിലും രീതിയിൽ വേണമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ഡേഞ്ചറസ് എസ്കലേഷനിലേക്ക് പോകില്ല എന്ന് ആണ് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, താങ്ക് യു രാഹുൽ ഈശ്വർ. ശ്രീ വർഗീസ് കോരസൻ, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെയുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇസ്രായേൽ ലെബനോൻ സംഘർഷമുണ്ട്, ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാർക്കോ റൂബിയോ US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു ഇസ്രായേലും ലെബനോനുമായ ഒരു ധാരണയിലെത്തിയെന്ന് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് അവിടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക പറയുന്നതിനും മേലേക്ക് അവരുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇസ്രായേൽ പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ദീർഘകാല സമാധാനം എന്നത് എത്രത്തോളം പോസിബിൾ ആണ്? ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോ വാർ നോ പീസ്. അതായത് ഇറാന് വളരെ ദുർബലമാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും അതിൻ്റെ ഫൈറ്റിംഗ് പവർ ഉണ്ട്. കൃഷ്ണ ചോദിച്ച പോലെ തന്നെ പൂർണ്ണ സമാധാനം സാധ്യമാവുമോ എന്നുള്ള വിഷയത്തിലേക്ക് വരാം. നോബിയാൻ്റെ ചില സാഹചര്യങ്ങളോടെ പറയാം. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു അക്രമകാരിയാണ്, അല്ലെങ്കിൽ ഒരു ഇരയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു സമീപനമാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ മൊത്തം കാര്യങ്ങളെപ്പറ്റി വിലയിരുത്തുമ്പോൾ ഇറാൻ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ഒരു കാര്യം 79 മുതലുള്ള ഇറാഖിന്റെ യുദ്ധം, ഇറാഖും ഇറാനുമായിട്ടുള്ള റൈവലറി, യുദ്ധം കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴും ഒരു സ്പെക്കുലേഷൻ ഉണ്ട്. അവരുടെ ഈ ബോർഡറിൽ നിന്ന് എപ്പോഴാണ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വാർ ഉണ്ടാകുക എന്നുള്ളതിനെ പറ്റി അവർ എപ്പോഴും ഒരു ഭയത്തിന്റെ ഭീതിയിൽ, സെക്യൂരിറ്റിയാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും സെക്യൂരിറ്റിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ പ്രോക്സികളെ കൂട്ടി, ലെബനോണിലെ പ്രോക്സികളെയും ഇറാഖിലെ ഒരു ഭാഗത്തെ ആളിനെയും കൂട്ടി, അതുപോലെ തന്നെ ഹൂതികളെയും കൂട്ടിയിട്ട് അല്ലാതെ തങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ലിവറേജ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുകയും അവർ കളക്റ്റീവായിട്ട് അവർ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. കാരണം എപ്പോഴാണ് യുദ്ധം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പം ദേ ആർ പ്രിപ്പയർഡ് ഫോർ ഇൻവേഷൻ എനി ടൈം. അപ്പോൾ അതേ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഇറാന്റെ ആണവ പദ്ധതികൾ എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അവർക്ക് ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ആരാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് അതിനു മുമ്പ് കൊളാപ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അവരും ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനിടയിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ചെറിയ ചെറിയ രാജ്യങ്ങള് അവരെ സംരക്ഷിക്കുക എന്നുള്ള അവരുടെ സുരക്ഷിതത ഉറപ്പാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു നിലപാട് കൂടിയാണ്. അപ്പൊ അങ്ങനെ കൂടി വരുമ്പോൾ അമേരിക്ക ഈ പിന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഏറ്റെടുത്തിട്ടുള്ള അമേരിക്കൻ താവളങ്ങൾ അതിന് നേരെയാണ് ഇറാൻ ഇപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ട് അമേരിക്കയെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഒരു $40 ബില്യൺ ഒരു വാർഷിക വരുമാനത്തിൽ ഒരു വലിയ ഒരു സംഭവമായിട്ട് ഇറാൻ അത് കൊണ്ടുവരികയാണ്. അപ്പം അത് ഈ നമ്മുടെ ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം അനുസരിച്ചിട്ട് അത് സമ്മതിക്കുകയാണെങ്കിൽ പോലും $40 ബില്യൺ 60 ദിവസത്തിന് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരു വർഷത്തിനകം പിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം ഇന്റർനാഷണൽ മാരിടൈം ലോയ്ക്ക് വളരെ എതിരാണ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുവാണെങ്കിൽ അത് മറ്റു പലയിടത്തും ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാരിടൈം ഷിപ്പുകൾ പോകുന്നതിനകത്ത്, പ്രോസസ്സിങ്ങിനകത്തും ഈ കണ്ടെയ്നർ ഷിപ്പ് പോകുന്നതിനകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ അമേരിക്ക, എനിക്ക് തോന്നുന്നു, അത് അങ്ങനെ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ
ഒമാന് സമീപത്തോടുകൂടി പാരലായിട്ട് വേറൊരു പാത്ത് കണ്ടുപിടിക്കുകയും അതിലൂടെ ഷിപ്പ് മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്തേക്കുന്നത്. അതായത് ഇറാൻ എടുത്തു വെച്ചേക്കുന്ന അവരുടെ ആ സ്ഥിരമായിട്ടുള്ള ഹോൾ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടെ മാത്രം എല്ലാം കപ്പലുകൾ കടന്നു പോവുകയും ആ കപ്പലുകൾക്ക് മാത്രം എല്ലാ നിയന്ത്രണങ്ങളും അവിടുത്തെ കംപ്ലീറ്റ് ഇൻഫർമേഷനും അവർക്ക് അറിയണം എന്നുള്ള ഒരു 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 പ്രൈഡ് അവർ കീപ്പ് ചെയ്യുകയും റവന്യൂ കീപ്പ് ചെയ്യാൻ ചെയ്യുമ്പോൾ അതിന് പാരലായിട്ട് വരുന്നൊരു ഒരു സംവിധാനത്തെ അവർ താർക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് വിയറ്റ്നാമിന്റെ ഒരു പോയ ഒരു കപ്പല് അവര് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ അറ്റാക്ക് ചെയ്ത് അമേരിക്ക ഒരിക്കലും സമ്മതിക്കുകയില്ല. കാരണം ഇന്ന് ഒരു എത്രയോ പോയിന്റിൽ അമേരിക്ക ഇൻസൈഡിൽ ഇൻവേഡ് ചെയ്തു. പക്ഷെ ഈ ഒരു ആക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാനെ മൊത്തത്തിൽ അല്ല ഈ ഒരു സംവിധാനം ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ സമാധാന സന്ധികൾ ഒരു പക്ഷേ വളരെ പരാജയമായിട്ട് പോയിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ കണക്കിലെടുക്കാതെ ഇസ്രായേലും സൗത്ത് ലെബനോണിൽ ഉള്ള ഇസ്രായേലിനെതിരായിട്ട് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ തുരങ്കങ്ങളൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇസ്രായേലിന്റെ ബോർഡറിൽ ഇത്രയും ഭയങ്കരമായിട്ടൊരു ആംസ് ബിൽഡിംഗ് ഒക്കെ നടക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് എനിക്ക് ഇസ്രായേലിന് പറ്റത്തില്ല. ഇതിനെ പ്രിയാംറ്റീവായിട്ട് അവരെ അറ്റാക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ നിൽക്കുകയാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റും മിഡിൽ ഈസ്റ്റിലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ അബുദാബി അല്ലെങ്കിൽ UAE, ഖത്തർ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ സംരക്ഷണവും അമേരിക്കയുടെ ഉത്തരവാദിത്തത്തിലുള്ളതുകൊണ്ട് അവർക്ക് ഇതിനെ ഇറാനുമേൽ അറ്റാക്ക് നടത്താതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇറാൻ ഇന്ന്. പ്രധാനമായിട്ട് പറയാൻ നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഒരു രാജ്യങ്ങൾ ഈ എൻഡ്യൂറിങ് ഫോഴ്സസ് അവര് സാധാരണ രാജ്യങ്ങളെ റിയാക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ് മെയിൻ, ഫിയറാണ് പ്രശ്നങ്ങൾ, പിന്നെ പവർ, നാച്ചുറൽ ഇൻട്രസ്റ്റ്, അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് അവർക്ക് കീപ്പ് ചെയ്യണം. ഓരോ രാജ്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങളുണ്ട്, അതുപോലെ ഐഡന്റിറ്റി ഉണ്ട്. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു രാജ്യമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം തിയോക്രാറ്റിക് ഒരു റൂളിങ് ഇറാനിലുള്ളത്, ആ ഒരു റൂൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് വളരെയധികം ആവശ്യമാണ്, ലോകത്തിന്റെ ആവശ്യമാണ്. കാരണം അവർക്ക് ദേ കനോട്ട് ഡു ഫങ്ഷൻ ലൈക്ക് എ നോർമൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക്കിന്റെ രീതിയിൽ അവർക്ക് സംവിധാനത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഒരു ഡോക്ടറുണ്ട്, ഞാൻ ഒരു സൈഡായിട്ട് പെട്ടെന്ന് പറയാണ്, ഇറാനി ഡോക്ടറാണ്. അപ്പൊ ഞങ്ങള് ഈ അവിടെ പോയിരിക്കുന്ന ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന തന്നെ രോഗത്തിനെ പറ്റി ഉള്ളതിനെക്കാട്ടി കൂടുതൽ പുള്ളിയെ പറ്റി രാഷ്ട്രീയം ചർച്ച ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് വളരെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ പുള്ളി പറയുന്നുണ്ട് പുള്ളി വളരെ പുള്ളിയുടെ ഫാദറുണ്ട്, ഫാമിലി എല്ലാം ഉണ്ട്, പിന്നെ ഇന്ത്യക്കാരോട് വളരെ നല്ല സമീപനമുള്ള ഒരു ഇറാനിയൻ ഒരു കൾച്ചറുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു തിയോക്രാറ്റിക് റൂള് മാറണമെന്നുള്ള പ്രാർത്ഥനയാണ് സാധാരണ ഇറാനക്കാരുടെ മനസ്സിലുള്ളത്. അത് എങ്ങനെയെങ്കിലും സാധിക്കണം എന്നുള്ളതാണ്. ഇവർ ഇന്റർനാഷണൽ പ്രഷർ കൊണ്ട് സാധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് അവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് അതിന് എങ്ങനെയെങ്കിലും ആഗ്മെന്റ് ചെയ്യാമെന്നുള്ളതാണ് ട്രംപിന്റെ ഒരു പ്ലാൻ, ട്രംപ് മുമ്പോട്ട് വെച്ചത്. പക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല. അതിന് ഇന്റർനാഷണൽ ഒരു കൊളാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇറാനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നുള്ളതിന്റെ ആദ്യത്തേക്ക്. ഐ വിൽ കം ബാക്ക് ലേറ്റർ. ഓക്കെ, അത് തന്നെയാണ് ശ്രീ ജിനേഷ് തമ്പി പറയുന്നത് പോലെ തന്നെ ഈ സംഘർഷം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആരെന്ത് നേടിയെന്ന ചോദ്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇനിയൊരു ഡിപ്ലോമസിക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നൊരു ചോദ്യം കൂടിയില്ലേ? ക്രിസ്റ്റീന, ഈ ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ ഇറാൻ അമേരിക്ക യുദ്ധത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നാണ്. ഇപ്പൊ ക്രിസ്റ്റീന ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിനെ ഓപ്പറേഷൻ എപ്പിക് മിസ്കാൽക്കുലേഷൻ എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഫെബ്രുവരി മാസത്തിൽ ട്രംപ് പറഞ്ഞത് ഐ വിൽ നോട്ട് ബി ഓക്കെ വിത്ത് എനിത്തിങ് അതർ ദാൻ എ അൺകണ്ടീഷണൽ സീസ് ഫയർ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഐ വിൽ ബോംബ് ഇറാൻ ബാക്ക് ടു സ്റ്റോൺ ഏജസ്. അങ്ങനെയൊക്കെയുള്ള വലിയ ബിഗ് മൗത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട്, അതായത് ജൂണിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ സാഹചര്യം കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞൊരു സിറ്റുവേഷനാണ്. അതായത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇവിടെ നടന്നതെന്ന് തോന്നുന്നു. വിയറ്റ്നാമിൽ നടന്ന അമേരിക്കയായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ച ലക്ഷണമില്ല. ഇത് മിതമായ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഹാസ് ബീൻ എ വാർ വിത്തൗട്ട് മച്ച് തോട്ട്. ദിസ് ഹാസ് ബീൻ ഓൾമോസ്റ്റ് റെക്ലെസ്, without giving much time.
അതായത് ബറാക്ക് ഒബാമയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഒപ്പോസ് ചെയ്യാം. പക്ഷേ ഒബാമയുടെ റെജീമിലെടുത്ത ട്രീറ്റി, അതായത് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ട്രീറ്റി, അദ്ദേഹം എഗ്രി വിത്ത് ഹിം ഓർ ഡിസഗ്രി വിത്ത് ഹിം, പക്ഷേ യുണൈറ്റഡ് നേഷൻസ് അതുപോലെ തന്നെ ലോകത്തിലെ പ്രബലമായ കക്ഷികളെ, രാജ്യങ്ങളെ, നേതാക്കളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടെടുത്ത ഒരു ട്രീറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന, അതായത് അവരുടെ പയനിയറിംഗ് സ്ലോഗനായ മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിനെ നമ്മൾ മാറ്റി പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചിട്ട് വി ഷുഡ് കോൾ ഇറ്റ് മേക്ക് അമേരിക്ക ഗോ അലോൺ. കാരണം യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ് അദ്ദേഹം പറഞ്ഞത് ഈ വാറിനെ എത്രയും പെട്ടെന്ന് നിർത്തണമെന്നുള്ളതാണ്. ദിസ് വാർ ഡസൻ ഹാവ് എനി സാങ്ഷൻ ഫ്രം യുണൈറ്റഡ് നേഷൻസ്. യൂറോപ്യൻ നേഷൻസിന്റെ രാജ്യങ്ങൾ കൂടെ ഇല്ല. എന്തിനു പറയണു, സ്ട്രോങ് അമേരിക്കൻ അലൈസ് ആയിട്ടുള്ള ബ്രിട്ടൻ ഇല്ലെങ്കിൽ കാനഡ, ഇവരൊന്നും കൂടെ ഇല്ലാതെ ദിസ് ഇസ് ലൈക്ക് അമേരിക്ക ഫസ്റ്റ് അല്ല, അമേരിക്ക വൺ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ ടൈം ഈസ് ലോങ് ഗോൺ വേർ ഇറ്റ് ഈസ് എ യൂണിപോളാർ വേൾഡ്. ഇതൊരു യൂണിപോളാർ വേൾഡ് അല്ല ഇത്. ദിസ് ഹാസ് ബീൻ എ ടെറിബിൾ മിസ്കാൽക്കുലേഷൻ ഇൻ ഇറാൻ. അവിടെ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. തുടക്കത്തിൽ അമേരിക്കയ്ക്ക് ആധിപത്യം ഉണ്ടാകുമെന്ന് തോന്നിച്ചുവെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ രാഹുൽ ഈശ്വരി പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ ടോണിൽ വന്ന മാറ്റം ശ്രദ്ധിക്കൂ. അദ്ദേഹം ആദ്യം, അതായത് ഫെബ്രുവരിയിൽ പറഞ്ഞത് ഐ വിൽ അനിഹിലേറ്റ് ഓൾ ബാലിസ്റ്റിക് മിസൈൽസ് എന്നാണ്. ഇപ്പൊ എന്താ പറയുന്നത്, ഐ ആം ഓക്കെ വിത്ത് ഇറാൻ കീപ്പിംഗ് ലിറ്റിൽ ബിറ്റ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ് ബിക്കോസ് സൗദി അറേബ്യ ഹാസ് ഇറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ചേഞ്ച് ഇൻ സ്റ്റാൻസ്. പിന്നെ നമ്മൾ അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ ഒരു ട്രെയിൽ നമ്മൾ നോക്കുമ്പോൾ, അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ, ഇസ്രായേലി പ്രീമിയേഴ്സ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് പൊതുവെ നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. പക്ഷെ ഇപ്പൊ നോക്കൂ, ഈ യുദ്ധം തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ നെതന്യാഹുവിനെ ട്രംപ് വിശേഷിപ്പിച്ചത് G7 സമ്മിറ്റിന്റെ സമയത്ത് ഹീസ് ലിറ്റിൽ ബിറ്റ് ക്രേസി ബട്ട് സ്റ്റിൽ ഐ ലവ് ബിബി നെതന്യാഹു. പിന്നെ ഐ ഡോണ്ട് എഗ്രി വിത്ത് എവറിത്തിങ് വാട്ട് നെതന്യാഹു സേസ്, എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞു, വിത്തൗട്ട് അമേരിക്കൻ സപ്പോർട്ട് ഇസ്രായേൽ വോണ്ട് ലാസ്റ്റ് 2 hours ഇൻ ദിസ് വാർ എന്ന് പറഞ്ഞു. പിന്നെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ, വളരെ അൺകാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടോണിൽ ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ അടുത്തിടെ കേട്ടു. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് there has been a big miscalculation. വെനിസ്വേലൻ പ്രസിഡന്റിനെ തുരത്തി അമേരിക്കയിലെ ജയിലിൽ കൊണ്ടിട്ട പോലെ അല്ല ഇറാനായിട്ടുള്ള ഒരു കളി. അവിടെ പിഴച്ചിട്ടുണ്ട്. നമുക്ക് അമേരിക്കയിൽ കോവിഡ് 4 വർഷമായി, കോവിഡിന്റെ താണ്ഡവം കഴിഞ്ഞിട്ട്, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും സപ്ലൈ ചെയിൻ പൂർണ്ണമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ടാരിഫ് വാർ. അങ്ങനെയൊക്കെ അമേരിക്കയിലെ എക്കോണമി ഒരു ടഫ് സിറ്റുവേഷനിലൂടെ ഓൾറെഡി കടന്നു പോകുമ്പോൾ എന്തിനാണ് ഈ വാർ എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ട്രംപിന്റെ ക്രിറ്റിക്സ് പറയുന്നത് ദിസ് ഹാസ് ബീൻ എ വാർ ഫോർ ഇസ്രായേൽ, ദിസ് ഇസ് നോട്ട് എ വാർ ഫോർ അമേരിക്കൻസ് എന്നാണ്. ഇപ്പോഴത്തെ ട്രംപിന്റെ അപ്രൂവൽ റേറ്റിംഗ് നോക്കൂ, ഇറ്റ് ഈസ് എ വെരി ലോ 35%. റോയിറ്റേഴ്സും ന്യൂയോർക്ക് ടൈംസും ഒക്കെ നടത്തിയ പോളില് ട്രംപിന്റെ റേറ്റിംഗ് ഇസ് അറ്റ് ആൻ ഓൾ ടൈം ലോ. അതെല്ലാം കാണിക്കുന്നത് എന്താണ്, ഹീസ് എലോൺ. അതുപോലെ തന്നെ ഇപ്പോൾ സെനറ്റിൽ പാസ്സാക്കിയിട്ടുള്ള വാർ ടൈം റെസൊല്യൂഷൻ, അതും പ്രസിഡന്റിന്റെ വാർ ടൈം റെസൊല്യൂഷനിൽ അദ്ദേഹത്തിന്റെ പവർ കർട്ടെയിൽ ചെയ്യുന്നിട്ടുള്ള ഒരു ബില്ലാണ് അവിടെ പാസ്സായത്. അതൊരു സെറിമോണിയിലാണ്, വലിയ കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ഓൾസോ എ പോയിന്റർ ദാറ്റ് പീപ്പിൾ ആർ നോട്ട് ഹാപ്പി വിത്ത് ദ വേ തിങ്സ് ആർ പ്രൊസീഡിങ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പോൾ അനുസരിച്ചിട്ട് ഏതാണ്ട് 23% പേര് അമേരിക്കയിൽ ഈ ഇറാനിയൻ വാറിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഓൾ ഇൻ ഓൾ ഒരു വലിയ ചോദ്യമാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ വാർ, ഇതുകൊണ്ട് എന്ത് നേടി. നമ്മുടെ മുമ്പത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ചേംബർലൈൻ പറഞ്ഞ പോലെ ദർ ഇസ് നോ വിന്നേഴ്സ് ഇൻ എനി വാർ. ഈ ഒരു പർട്ടിക്കുലർ വാറിൽ എന്ത് ജയിച്ചു, അമേരിക്ക എന്ത് നേടി എന്ന് ചോദിച്ചാൽ വെൽ ഐ ഡോണ്ട് ഹാവ് എ ഡെഫിനറ്റ് ആൻസർ. ഒരുപാട് പേരുടെ മരണം, അമേരിക്കയിലെ 13 സൈനികരുടെ മരണം, എക്കോണമിക് ഡിസ്ട്രസ്, വേൾഡ് ഓർഡർ കംപ്ലീറ്റ്ലി ഡിസറയില്. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്നൊക്കെ നാട്ടിൽ പോകുമ്പോൾ 13-14 മണിക്കൂറൊക്കെ വിമാനത്തിൽ ഇരിക്കുന്ന തന്നെ പാടാണ്. അത് ആ വാർ ടൈം എയർ സ്പേസ് ക്ലോഷർ കാരണം, ദാറ്റ് ഈസ് എയർ ഇന്ത്യയിൽ നമുക്കിപ്പോൾ തിരിച്ച് ഡൽഹിയിൽ നിന്ന് ന്യൂജേഴ്സിയിൽ, ന്യൂയോർക്കിൽ വരണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നിയർലി 20 hours. സോ ദിസ് വാർ ഇസ് ടച്ച്ഡ് ദ ലൈഫ് ഓഫ് എവ്രിബഡി. ഇനിയിപ്പോൾ എന്തിനായിരുന്നു വാർ എന്ന് ചോദിച്ചാൽ ഓണസ്റ്റ്ലി ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ. അതെ, രാഹുൽ ഈശ്വറി പറയുന്നത് പോലെ തന്നെ ഈ ഒരു സംഘർഷം ലോകമെമ്പാടുമുള്ള നിരവധി
പേരുടെ ജീവിതങ്ങളെയാണ് അത് ടച്ച് ചെയ്തിട്ടുള്ളത്, നെഗറ്റീവായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളം ഒരുപാട് പ്രവാസികൾ ഈ ഒരു മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ ഇക്കോണമിയിൽ ഇതിൻ്റെ ഒരു റെപ്പർക്കഷൻസ് വലുതായിരുന്നു. അപ്പോൾ ഈ മട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു, ഗ്യാസിനും അതുപോലെ തന്നെ ഇന്ധന വിലയൊക്കെ കുറയുമോ എന്ന്. പക്ഷേ ഗവൺമെൻറ്റും വാച്ച്ഫുൾ ആണ്. കാരണം പെട്ടെന്ന് വില കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് വീണ്ടും പഴയ പോലെ ആകുമോ എന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻസ്, അത് ഇനിയും അതിനൊരു സ്കോപ്പ് ഉണ്ടോ? രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഇറാനിലെ ഭരണകൂടത്തിനോട് ലോകത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും എതിർപ്പുണ്ട്. ഇപ്പം പരസ്തു അഹമ്മദി എന്ന് പറയുന്ന അവരുടെ ഒരു ഇറാനിയൻ സിംഗറിന് 74 ചാട്ടവാർ അടി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അവർ ഹിജാബ് ധരിക്കാതെ എന്താ പറയുക യൂട്യൂബിൽ ഒരു പരിപാടി നടത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇറാനിലെ ഭരണകൂടത്തിന് ഒരുപാട് തെറ്റുകളുണ്ട്. പണ്ട് മഹസീദിനി അമിനി എന്ന് പറയുന്ന കുർദ് വനിതയെ അവരുടെ നേരെ രീതിയിൽ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ റിലീജിയസ് പോലീസ് അടിക്കുകയും അവർ മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അപ്പൊ ഇറാനിലെ ഭരണകൂടത്തിനോട് 100 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ പ്രശ്നം ട്രംപിന്റെ ധാർഷ്ട്യത്തിന് ഇറാന്റെ മേലിൽ കയറി ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ, അയത്തുള്ള ഖൊമേനിയെ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും അടക്കം കൊല്ലുമ്പോൾ ഇറാനെ സ്റ്റോണേജിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഒരു എൻറ്റയർ സിവിലൈസേഷൻ, അതായത് 5000-6000 വർഷം പഴക്കമുള്ള ഒരു സിവിലൈസേഷനാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് പോലും, നമ്മുടെ ഇന്ത്യക്കാർക്ക് പോലും ഏൻഷ്യൻ ഇന്ത്യൻ ഇറാനിയൻ സിവിലൈസേഷനിൽ നിന്നാണ് നമ്മളടക്കം വരുന്നത്. പ്രാചീന ആര്യൻ എന്ന വാക്കിൽ നിന്നാണ്. ഇറാൻ എന്ന വാക്കിന്റെ യഥാർത്ഥ പേര് ആര്യൻ എന്നാണ്. ആര്യാനമാണ് ഇറാൻ. ലോകത്തിലെ ഏറ്റവും സൈറസ് ദി ഗ്രേറ്റ് അടക്കം ഭരിച്ചിട്ടുള്ള ആ മഹത്തരമായ സംസ്കാരത്തെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോഴാണ് ക്രിസ്ത്യൻ ലോകത്തെ ഏറ്റവും വലിയ പുരോഹിതനായ മാർപ്പാപ്പ അടക്കം പ്രതിഷേധവുമായി വരുന്നത്. ഈ വിഷയത്തിൽ ഇറാന് വേണ്ടി ശക്തമായി നിലകൊണ്ടതും ലോക സമാധാന ഒപ്പീനിയനെ മൊബിലൈസ് ചെയ്യാൻ അമേരിക്കക്കാരൻ കൂടിയായ പോപ്പ് ലിയോ അടക്കമുള്ള ആൾക്കാർ വലിയൊരു ത്യാഗമാണ് ചെയ്തത്. എൻ്റെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അറ്റാക്ക് അദ്ദേഹം കേൾക്കേണ്ടി വരും. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത്, ഏകപക്ഷീയമായി ട്രംപ് ഇത് ചെയ്യുമ്പോൾ ലോക മനസാക്ഷി ഇറാനോടൊപ്പം നിൽക്കാൻ നിർബന്ധിതമാകുക. ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു വിയറ്റ്നാം എന്ന രീതിയിലേക്ക് പോലും പോകുന്നത്. വിയറ്റ്നാം ഇതിനേക്കാൾ എത്രയോ ചെറിയ രാജ്യമാണ്. വിയറ്റ്നാം എന്ന രീതിയിൽ ഒരു ട്രംപിന്റെ പരാജയം, അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളത്തിന്റെ പരാജയം ഉണ്ടാകുന്ന പറയുന്നതിന്റെ കാരണം അമേരിക്കക്ക് ഇതുകൊണ്ട് എത്രമാത്രം ഗുണം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം ട്രംപിന്റെ ബേസ് എന്താണ്? മാഗ ബേസ് ആണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ബേസ് ആണ്. അവിടെയുള്ള ടക്കർ കാൾസൺ അടക്കമുള്ള ആൾക്കാർ അതിശക്തമായ യുദ്ധത്തിനെതിരാണ്. ഡെമോക്രാറ്റുകൾ പണ്ടേ വലിയൊരു ശതമാനം യുദ്ധത്തിന് അനുകൂലിക്കുന്നതല്ല. അവിടുത്തെ ജൂതന്മാരിൽ ഏറ്റവും കൂടുതൽ, അമേരിക്കയിലെ ജൂതന്മാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. പിന്നീട് മറ്റുള്ള ഒരു ഗ്രൂപ്പാണ് ട്രംപിനടക്കം വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഐപാക്, അമേരിക്ക ഇസ്രായേൽ കമ്മിറ്റി അടക്കം ഉള്ള ആൾക്കാർ അവരുടെ രീതിയിൽ ഒരു എന്താ പറയുക, അവരുടെ ഇൻഫ്ലുവൻസോ ഡിസ്പ്രപ്പോർഷനേറ്റ് ആ ഇൻഫ്ലുവൻസോ ഇതിന് പിന്നിലെന്ന് ആരെങ്കിലും ആരോപിക്കുകയാണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. അവിടെയാണ് ഈ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അടക്കമുള്ള ആൾക്കാരുടെ ലോബിയിങ് പവർ ആണോ എന്ന് ബാക്കിയുള്ളവർ സംശയിക്കുന്നത്. മുമ്പ് ചില ചീത്ത വാക്കുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് തന്നെ നെതന്യാഹുവിനെ കുറിച്ച് ഒരു ട്വീറ്റ് മറ്റും ഷെയർ ചെയ്തിരുന്നു. ഒരു വളരെ ഫേമസ് ആയ പ്രൊഫസർ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾ, ഇസ്രായേലിന്റെ പോലുമല്ല, നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ അമേരിക്കയെ കരുവാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇതിലുള്ള എല്ലാവർക്കും അറിയാം, ഇറാന്റെ എന്തായാലും അമേരിക്കയിലേക്ക് എത്താൻ തക്കുന്ന മിസൈലുകൾ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷൻ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ നിക്കി ഹെയ്ലി പോലുള്ള പഴയ അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾക്കാർ പറയുന്നുണ്ട്, ഇസ്രായേലാണ് സ്പിയർ ഹെഡ് അഗൈൻസ്റ്റ് ടെററിസം, കുന്തമുന, തീവ്രവാദത്തിനെതിരായ കുന്തമുന എന്നൊക്കെ. അപ്പൊ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെയുള്ള അവിടെ വലതുപക്ഷത്തെയും അവിടുത്തെ വലതുപക്ഷ ഗവൺമെന്റിനെയും താങ്ങി നിർത്തുകയും നെതന്യാഹുവിന് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ട്രംപും പറയുന്നുണ്ട്, ജോ ബൈഡനും പറയുന്നുണ്ട്. അതായത് നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ സർവൈവലിന് വേണ്ടി ഇറാനെ ഒരു സ്കെയർ ക്രോ ആയി ഉപയോഗിച്ച് ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രോജക്ട്, അങ്ങനെയാണ് പല വിമർശകരും പറയുന്നത്, എറിറ്റ്സ് ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രോജക്റ്റ് ആണ് ഇവർ പലപ്പോഴും നടപ്പാക്കുന്നത്. അപ്പം നിരന്തര സംഘർഷങ്ങളിലൂടെ പോകുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 20,000-ഓളം കുട്ടികൾ ഗസ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊല്ലപ്പെട്ടു. അപ്പം നമുക്ക് ഒരു സെൻസ് ഓഫ് ബാലൻസ് ഈ വിഷയത്തിന് വേണം. ഞാൻ അതുകൊണ്ടാണ് മുമ്പ് കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ ഇസ്രായേലിൽ പോയിരുന്നു. ഞങ്ങൾ 9 ഇന്ത്യക്കാരെ ഇപ്പോഴല്ല, ആദ്യ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പോയിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് നമ്മുടെ അടക്കമുള്ള ഒരു പൊതു അഭിപ്രായമായി പറഞ്ഞത്, ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ത്രെറ്റ് മനസ്സിലാക്കുന്നു. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ തുരുത്തു പോലെയാണ് ഇസ്രായേൽ ഉള്ളത്.
ജൂത ജനതയുടെ എണ്ണം വളരെ കുറവാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, ലോകത്തിലെ പ്രാചീന ജനതയാണ്. പക്ഷേ എബ്രഹാം അക്കോർഡ്സ് പോലെയോ എല്ലാവരും എബ്രഹാമിന്റെ മക്കളാണ്, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എബ്രഹാമിന്റെ സന്തതികളാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ എന്തെങ്കിലും ഒരു സമാധാനത്തിലേക്ക് എത്തണ്ടേ? ഇല്ലെങ്കിൽ ഈ നിരന്തര യുദ്ധത്തിന്റെ പാതയിൽ പോകുന്നതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടാകുന്നത്? എന്താണ് അതിന് പോസിറ്റീവ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് മാർപ്പാപ്പയ്ക്കടക്കം ഇറാനെ പിന്തുണയ്ക്കുന്നത് ട്രംപിന്റെ അമിതാധികാര പ്രയോഗത്തിനൊരു റിയാക്ഷനായിട്ടാണ് വരുന്നത്. ഇനി രണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇപ്പം അമേരിക്കയിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസും CNN അടക്കം ഹ്യൂമിലിയേറ്റിംഗ് കണ്ടീഷനോടെ ട്രംപിന് ഈ പല കരാറുകളും അംഗീകരിക്കേണ്ടി വന്നല്ലേ? റെജീം ചേഞ്ച് എന്നല്ലേ ആദ്യം പറഞ്ഞിരുന്നത്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ടത്തെ 1979 ഇസ്ലാമിക് റവല്യൂഷന് മുമ്പുള്ള പെഹൽവി ഡൈനാസ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഇറാനികളുണ്ട്. അവർ ഫാർ ആൻഡ് ഫ്യൂ ആണ്. അവരെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇറാനിൽ തിരിച്ചു പിടിക്കാന്നൊക്കെ കരുതുന്നത് അബദ്ധമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇസ്രായേലിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്. ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ അത്ര ആൾക്കാരെ കാണുകയുണ്ടായി. അവരൊട്ടും റിയലിസ്റ്റിക് അല്ല. പഴയ രീതിയിലേക്ക് ഇനി രണ്ട്, കുറച്ചെങ്കിലും തളർന്നു നിൽക്കുന്ന അവസരത്തിലാണ് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയുള്ള ആക്രമണം ഉണ്ടായത്. ഇപ്പം കൂടുതൽ അവർ യുണൈറ്റഡ് ആയി. അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ ഹാർട്ട് ലൈനുമായി. പഴയ ഖൊമൈനിയെക്കാട്ടി ഹാർട്ട് ലൈൻ ആയിട്ട് പുതിയ ആൾക്കാരും വന്നു, IRGCയുടെ ആൾക്കാരും വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം വേണം, എസ്കലേഷൻ ഇല്ലാതെ പോകണം, ഈഗോ ബാറ്റിൽ ആകരുത്, വീണ്ടും എല്ലാവർക്കും ഒരു വെൽബീയിങ്ങിൽ പോകണം എന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. ഇന്ത്യയും കൂടി ആക്റ്റീവായി ഇത്തരം കാര്യങ്ങളിൽ, നമ്മുടെ മോദിജിക്കൊക്കെ വലിയ ലെവറേജ് ഉണ്ട്. കാര്യം ഇറാനോടും ഇസ്രായേലോടും അമേരിക്കയോടും നമുക്ക് ലെവറേജ് ഉണ്ട്. മൂന്ന് രാജ്യങ്ങളോടും ലെവറേജ് ഉള്ള വളരെ കുറച്ച് വേറെ രാജ്യങ്ങളെ ലോകത്തിലുള്ളൂ. നമുക്ക് റഷ്യയോടും ഉണ്ട്, ഉക്രൈനോടും ഉണ്ടെന്ന് പറയുന്നത് പോലെ ആക്റ്റീവ്ലി സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മോഡിലേക്ക് പോകും. ചൈനയുടെ നിലപാട് നമുക്കറിയാം, റഷ്യയുടെ നിലപാട് നമുക്കറിയാം. എന്തെങ്കിലും വാറ് എസ്കലേറ്റ് ചെയ്യാതെ നിൽക്കണമെന്നുള്ളതാണ് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത്. ശരി, താങ്ക് യു ശ്രീ വർഗീസ് കോരസൻ. നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ വാട്ട്സ് നെക്സ്റ്റ്, എന്തായിരിക്കും ഇനി അടുത്ത നീക്കം? അതായത് ഒരു സമാധാനത്തിലേക്കാണ്, ഒരു കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ സംഘർഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇനി എന്താണ്? അത് വളരെയധികം ചിന്തനീയമാണ്. ആക്ച്വലി ഒരു കരാർ ഒപ്പിട്ടോണ്ട് സമാധാനം ഉണ്ടാവണമെന്നില്ല. കാരണം കരാർ ഒപ്പിട്ടത് ദാറ്റ്സ് ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പം ഡിപ്ലോമസി, വി ഷുഡ് കണ്ടിന്യൂ ഡിപ്ലോമസി, സ്റ്റിൽ ടോക്കിംഗ്. അപ്പൊ അമേരിക്ക ചെയ്തത്, നമ്മളിപ്പം ട്രംപിനെ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ പോലും ട്രംപ് ചെയ്ത ഒരു സിറ്റുവേഷൻ, ട്രംപിനെ ഇസ്രായേലിന് വേണ്ടി ഇറങ്ങിയ ഒരു യുദ്ധം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിപ്പോ ലോകത്തിന്റെ ഒരു സെക്യൂരിറ്റി, ആ സോണിലുള്ള സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. അതൊരു വിഷയം ഉണ്ടായി, ഒരു എസ്കലേഷൻ ഉണ്ടായി, വാർ ഉണ്ടായി. വി സ്റ്റിൽ ടോക്കിംഗ്. അമേരിക്ക ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ടോക്ക് ഇപ്പോഴും ഉണ്ടാക്കണം. യുദ്ധം ഉണ്ടാകുമ്പോൾ തന്നെ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ അതിന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുപോലെ ഒരു എക്കണോമിക് ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കാനായിട്ട് അമേരിക്ക ശ്രദ്ധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു മൂവാണ്. കാരണം നിങ്ങൾ റവന്യൂ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു, ഞങ്ങൾ ഫ്രീസ് ചെയ്ത പൈസ തുറന്നു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലിവറേജ് കൊടുത്തുകൊണ്ട് അവരെ ഇന്റർനാഷണൽ ലെവലിലേക്ക് അവരെ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ കൂടെ സാധാരണ ആൾക്കാർ ഡീൽ ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇറാന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അമേരിക്ക വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് മുമ്പോട്ട് തന്നെ പോകണം. അതുപോലെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്, ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് ഒത്തിരി ക്ഷതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് സ്റ്റിൽ കണ്ടിന്യൂ. ദർ വിൽ ബി സം നോട്ട്സ് കമ്മിങ് ഫ്രം സംവെയർ. അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ടാക്കുക. അമേരിക്ക തൂർത്തറിയണ്ട. കാരണം അമേരിക്ക ജപ്പാനെ കൊണ്ട് 2 ബോംബ്, ആറ്റോമിക് ബോംബ് ഇട്ട് വളരെ ക്ഷമ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിന് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ ഓഫ് ജപ്പാൻ അമേരിക്ക സ്പെൻഡ് എ ലോട്ട്. ഇന്നത്തെ ജപ്പാന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒത്തിരി അതിന്റെ പുറകിലെ അതിന്റെ ശ്രമങ്ങളുണ്ട്. അതുപോലെ ജർമ്മനിയുടെ റീയൂണിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ജർമ്മനി തിരിച്ചു വന്നപ്പോഴൊക്കെ അമേരിക്ക അതിന്റെ പുറകിൽ നന്നായിട്ട്, നമ്മൾ ഈ കൊളോണിയലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ആധുനിക കൊളോണിയലൈസേഷനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, വളരെ മോശമുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ 200 വർഷം ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ, ഒരു കോളനിയായിട്ട് കീപ്പ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു പക്ഷേ ഒരു ആഫ്രിക്ക പോലൊരു രാജ്യമായി പോയത്. പക്ഷെ ഞാനതിനെ സ്വീകരിക്കല്ല ചെയ്ത്. പക്ഷേ നമുക്കൊരു ഇറ്റ് ഹാപ്പൻ ബട്ട് ഇറ്റ് ഹാവ് ഒരു രാജ്യത്തിന് അതിന്റെ മെച്യൂരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് വരണം. ഇന്ന് ഇറാനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ തിയോക്രാറ്റിക് ആ ബെൽറ്റിനകത്തു നിന്ന് അവരെ വിടുവിച്ചിട്ട് ഒരു സാധാരണ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള ഒരു മോഡേൺ സൊസൈറ്റിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഇന്ന് അമേരിക്ക ശ്രദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനുള്ള സാധ്യതയുണ്ട്. വിൽ സ്റ്റിൽ കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്.
ഓക്കെ, ശ്രീ ജിനേഷ് തമ്പി, സമയം തീരെ കുറവാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു കൺക്ലൂഡിംഗ് റിമാർക്ക്. അത് ലോകത്തിന്റെ മുകളിൽ ഈ യുദ്ധത്തിന്റെ കാർമേഘങ്ങളുടെ നിഴലാട്ടം എല്ലാ രീതിയിലും നിഴലിച്ചു നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ മിഡ് ടേം ഇലക്ഷൻ അതൊരു ഒലീവ് ബ്രാഞ്ച് പോലെയാണ്. കാരണം ഇപ്പൊ ഈ ട്രംപിന്റെ കൺസീലിയേറ്ററി ടോക്സിന്റെ ഒക്കെ പിന്നില് ഒരു വലിയ വിഭാഗം ആളുകൾ കരുതുന്നത് അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മിഡ് ടേം ഇലക്ഷൻ പ്രോസ്പെക്ട്സിനെ മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ മിഡ് ടേം ഇലക്ഷൻ ഈസ് ഗോയിങ് ടു പ്ലേ എ ബിഗ് റോൾ. പിന്നെ ട്രംപിന്റെ ഇറാനിയൻ റെജീമിന്റെ അടുത്തുള്ള ആ ഒരു അപ്രോച്ച് അത് വളരെ മയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആയത്തുള്ള ഖമേനി സുപ്രീം സ്പിരിച്വൽ ലീഡർ ആയിരിക്കുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിന് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിന്റെ മേല് വലിയ രീതിയിലുള്ള കൺട്രോൾ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ സിറ്റുവേഷൻ അതല്ല. അദ്ദേഹത്തിന്റെ മകന് IRGയുടെ മേൽ എന്തോരം നിയന്ത്രണമുണ്ട്, കൺട്രോൾ ഉണ്ട് എന്നുള്ള കാര്യം വളരെയേറെ സംശയാസ്പദമാണ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ IRG ലീഡേഴ്സ് 1980-കളിൽ ഇറാൻ ഇറാഖ് വാറിന്റെ സമയത്ത് വളരെ ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് ലീഡിങ് റോള് കളിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ IRGയെ ലീഡ് ചെയ്യുന്നത്. അത് ഏതാണ്ട് 10 കൊല്ലം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ആദ്യത്തെ 3 കൊല്ലം ഇറ്റ് വാസ് ലൈക്ക് ഇറാൻ വാസ് നോട്ട് വിന്നിങ് ഓൾ ദാറ്റ് മച്ച്. പക്ഷെ പിറ്റത്തെ 7 കൊല്ലം ഇറാൻ കുഡ് കം ബാക്ക് ബിഗ് ടൈം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ IRGയുടെ ഫോർ ഫ്രണ്ടിൽ വരുമ്പോൾ I think it's a different ball game altogether. ഇനി ട്രംപ് will tread cautiously. അതായത് ഇനി റെക്ലെസ്നെസ്സിനും അതുപോലെ തന്നെ ഇമ്പൾസീവ്നെസ്സിനും ഒക്കെ പതുക്കെ മാറ്റി വെച്ചിട്ട് I think the need of the hour is calculated, timely, sensible, sane approach. ഓക്കെ, അങ്ങനെ ഒരു സെൻസിബിലിറ്റി വേണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അപ്രോച്ച് അതിലുണ്ടാവട്ടെ. ഇനി കണ്ണും മൂക്കും നോക്കാതെയുള്ള ആക്രമണം എന്തായാലും ആർക്കും നല്ലതിനല്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ വർഗീസ് കോരസൻ ആൻഡ് ശ്രീ ജിനേഷ് തമ്പി. എന്തായാലും മുജ്തബ ഖമന, ഇറാന്റെ പരമോന്നത നേതാവ്, പറഞ്ഞിരിക്കുന്നത് യുദ്ധ കുറ്റവാളികളെ കൊണ്ട് മറുപടി പറയിക്കും, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്നൊക്കെയാണ്. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയും ഇസ്രയേലിനുമാണ്. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അനിശ്ചിതത്വത്തിന്റെ ഒരു ലോകമാകാതിരിക്കട്ടെ ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും സമാധാനവും ഒക്കെയുള്ള ഒരു പശ്ചിമേഷ്യയും ആ പശ്ചിമേഷ്യയിൽ നിന്ന് സമാധാനവും സന്തോഷവും ഉൾക്കൊള്ളുന്ന ഒരു ലോകവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.